ഇനി എന്ത് ചെയ്യും മല്ലയ്യ? പുരുഷന്മാർക്ക് ഇവിടെ എന്തായാലും ജീവിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇന്നത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ 24-ൽ കൊടുത്തിരിക്കുന്നത് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്ത ഒരു യുവതിയെക്കുറിച്ചാണ്. അപ്പോൾ TTR സ്വാഭാവികമായിട്ട് പിടിച്ചിട്ട് യുവതി അയാളെ മർദ്ദിച്ചു എന്നുള്ളതാണ്. TTRനെ മർദ്ദിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മളെ മനോരമയിൽ വന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, വിളിക്ക് പോലീസിനെ, എന്നെ കയറി പിടിച്ചെന്ന് പറയും. മനസ്സിലായല്ലോ? ലേഡീസ് കോച്ചിൽ കയറാൻ TTR പറഞ്ഞു. ജനറൽ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് നിലവിൽ. അപ്പോൾ ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ, എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യൂ. ഇപ്പോൾ നമ്മുടെ പേജിൽ 70K ഫോളോവേഴ്സ് ഇന്നായിട്ടുണ്ട്. ഫോളോ ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ കൂടുതലായിട്ട് എല്ലാവരും നമ്മുടെ സംഘടനയെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ടും പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ടും ഇടപെടുവാനും അത് വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിൽക്കുക. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോയും ഷെയർ ചെയ്യണം എല്ലാവരും, കേട്ടോ. എന്നാലേ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അതുമാത്രമല്ല, ഒരുമിച്ച് എല്ലാവരും നിന്ന് ഫൈറ്റ് ചെയ്യണം. കാര്യം കാലഘട്ടം വളരെ മോശമാണ്. നമുക്ക് വിജയിച്ചു പോകാൻ, നമുക്ക് ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പെണ്ണെന്ന് പറയുന്ന ഒരു വർഗത്തിന് മാനമെന്ത് എന്നുള്ളത് അറിയില്ല. മാനവും എന്ന് പറഞ്ഞാൽ തൊലിക്കട്ടി കൂടുതലാണ്. സ്വന്തം ശരീരത്തിൽ ഒരാൾ കയറി പിടിച്ചുവെന്നും അല്ലെങ്കിൽ വേറൊരാൾ എന്നെ ഭോഗിച്ചു എന്നും പറയുവാൻ ഒരു കൂസലുമില്ലാതെ, ഒരു മടിയുമില്ലാതെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ശരീരത്തിന് ഒരു വിലയുമില്ല. അത് തുറന്നു കാട്ടുകയും ആരും പിടിച്ചു, എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഒരു കൂസലുമില്ലാതെ പറയുന്നൊരവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ പോക്ക് വളരെ മോശം എന്നേ പറയാനുള്ളൂ. ഇവിടെ 24 എന്ന് പറഞ്ഞാൽ 24 ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത് എപ്പോഴും 24-ൽ സ്ത്രീകളെ കൂടുതൽ വെളുപ്പിച്ചിട്ടുള്ള പരിപാടികൾ ചെയ്യത്തുള്ളൂ. പക്ക ഫ്രോഡുകളായിട്ടുള്ള സ്ത്രീകളെ കൊണ്ടുവന്നിട്ട്, എന്ന് വെച്ചാൽ കുടുംബം കലക്കികളെ കൊണ്ടുവന്നിട്ട് ഈ ഏതൊക്കെ പ്രോഗ്രാമുകളുണ്ടല്ലോ, കോടിക്കണക്കിന് രൂപ എന്തൊക്കെ കിട്ടുന്നത്, ഞാൻ മറന്നുപോയി അതിൻ്റെ പേര്, അതിലൊക്കെ കൊണ്ടുവന്ന് വാഴ്ത്തിപ്പാടും ആ പെണ്ണിനെ കുറിച്ച്. അവൾ നല്ലവളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, മനസ്സിലായില്ല, അവൾ ഒരുപാട് ത്യാഗം സഹിച്ചവളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രീകണ്ഠൻ നായർ സാറും മറ്റു ടീമുകളും വാഴ്ത്തിപ്പാടും. എന്നാൽ മാന്യമായിട്ട് ഓരോന്നും, ഇപ്പോൾ ഞാനിത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ എത്രയോ നമ്മുടെ ജീവിതം തന്നെ അതിനു വേണ്ടി വിട്ട്, പുരുഷന്മാർക്ക് വേണ്ടി വിട്ട് ഒരുപാട് ത്യാഗം സഹിച്ച് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെയും എന്നെയും തേജോവധം ചെയ്യുവാൻ വേണ്ടിയിട്ട് ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ, ഒരു സംഭവത്തിൽ വിളിച്ചുകൊണ്ടിരുത്തി നമ്മളെ ആണുങ്ങളെ അധിക്ഷേപിക്കുക. ആ പ്രോഗ്രാമിൽ സ്ത്രീകളധികം വരാറില്ല, പുരുഷന്മാരായിട്ടുള്ള എല്ലാവരെയും. ആ പ്രോഗ്രാമിന് പോയപ്പോഴേ പറഞ്ഞു, രാഹുൽ ഈശ്വർ എന്നോട് പറഞ്ഞു, അത് നെഗറ്റീവ് വരത്തുള്ളൂ. അവർ നമ്മൾ ഇവിടെ പറയുന്നതിനടുത്ത് അപ്പുറത്ത് പറയുന്നതിനെ പറ്റി ഇപ്പുറത്തും എടുത്തിട്ട് ഒരു വേറെ തരം കാണിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ പുരുഷന്മാരെ തേജോവധം ചെയ്യുവാനും സ്ത്രീകളെ വെളുപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് 24 ഇടപെടുന്നത്. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ ഇപ്പോൾ TTRനെ തല്ലുകയും TTRനെതിരെ പീഡന പരാതി പറയും എന്നൊക്കെ പറഞ്ഞ ഈ യുവതി. അത് ഇവളൊരു പടം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവളാണോന്നറിയില്ല. അത് മനോരമയിലാണ് കൊടുത്തിരിക്കുന്നത്. വിളിക്ക് പോലീസിനെ, എന്നെ കയറി പിടിച്ചെന്ന് പറയും. ലേഡീസ് കോച്ചിൽ കയറാൻ പറഞ്ഞതിനാ. ജനറൽ ടിക്കറ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ എത്രയോ അത്യാവശ്യ ഘട്ടങ്ങളിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറിയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കില്ല. അവർ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അനുവദിച്ച് തരികയൊക്കെ ചെയ്യും. ഇത് ഒരു മാന്യതയും ഇല്ലാതെ ഏത് രീതിയിൽ അവിടെ പറഞ്ഞു കാണുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലേഡീസ് കോച്ചിൽ കയറുവാൻ പറഞ്ഞതിനാണ് ഈ പെണ്ണുമ്പിള്ള പറഞ്ഞിരിക്കുന്ന, വിളിക്ക് പോലീസിനെ, എന്നെ കയറി പിടിച്ചു എന്ന് ഞാൻ പറയും. ആണ് കേസ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം കണ്ടില്ലായിരുന്നു. ഞാൻ 24-ൻ്റെ ആദ്യം കണ്ടേ. അവിടെ കുറച്ച് വെളുപ്പിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അയാളെ മർദ്ദിക്കുകയും ചെയ്തു കേട്ടോ, TTRനെ മർദ്ദിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ശക്തമായിട്ട് പോകണം, ശക്തമായിട്ട് പോയി ഇതിനെ പൊരുതണം. അല്ലാതെ ഇതൊരു ഒത്തുതീർപ്പിലോട്ടോ അല്ലെങ്കിൽ കാശിൻ്റെ കണക്ക് പറഞ്ഞ് വരരുത്. ഇപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പല കേസിലും ഇടപെടുന്നുണ്ട്. ഈ നമ്മൾ പുരുഷ സംഘടന ഇടപെട്ടു എന്നറിയുമ്പോൾ തന്നെ ഇവർക്ക് കുറച്ച് വലിയ എമൗണ്ട് കിട്ടും, അവർ ഈ കേസിൽ നിന്ന് പിന്മാറും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ട നടന്ന ഈ 13 വയസ്സുകാരിയുടെ കേസിലും അത് തന്നെയാണ്.
ഞാനവിടെ പോയി, ഞങ്ങളവിടെ പോയി കേസുമായിട്ട് എല്ലാം ഒന്ന് ശക്തി പ്രാപിച്ച് വന്നപ്പോഴേക്കും അതൊക്കെ കാശ് കൊടുത്ത് ഒതുക്കി കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ പ്രശ്നം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.